രാജ്ഭവനിൽ RSSന്റെ പരിപാടികളിൽ മാത്രം പ്രദർശിക്കുന്ന അവരുടെ സങ്കല്പത്തിലെ ഭാരതാംബയുടെ കാവിക്കൊടി പിടിച്ച ഒരു ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ്. ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പം ചിരപുരാതനമായ ഒന്നേ അല്ല. ഹൈന്ദവ സങ്കല്പമനുസരിച്ച് അത്തരമൊരു ദേവതാ സങ്കല്പമോ ഒന്നും തന്നെയില്ല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം രൂപീകരിക്കുകയും സ്വാതന്ത്ര്യ സമരം പിച്ചവയ്ക്കാൻ തുടങ്ങിയൊരു കാലത്ത് ഇന്ത്യൻ ജനങ്ങളുടെ ഒരു ഐക്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. 600-ലേറെ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഭരണവുമായി രാജ്യം വിവിധ തരത്തിലേക്ക് ശിഥിലമായി കിടക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് ദേശീയ പ്രസ്ഥാനം ഇന്ത്യയെ ഒന്നിപ്പിച്ചുകൊണ്ട് ബ്രിട്ടനെതിരായി തിരിയാനുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം 5 വാള്യങ്ങളിൽ ആയി എഴുതിയ RC ദത്ത് ആദ്യകാല ദേശീയ പ്രസ്ഥാനത്തെ വിശേഷിപ്പിക്കുന്നത് ബലിഷ്ഠ ഹിന്ദു ദേശീയത എന്നാണ്. തിലകനെ പോലുള്ള ആദ്യകാല നേതാക്കന്മാർ ഗണേശോത്സവം പോലെ ഉള്ള പദ്ധതികളെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊണ്ടുവരികയും ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള ഉപാധിയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ ബംഗാളിൽ 1800-കളുടെ അവസാനം എന്ന് പറയുന്നത് വലിയ ക്ഷാമം ആ രാജ്യത്തെ പിടികൂടിയിരുന്നു. ആ ക്ഷാമത്തിനെതിരായ 1873 ഭാരതമാത എന്ന പേരിൽ കിരൺ ബന്ദോപാധ്യായ എന്ന് പറയുന്ന ഒരാള് ഒരു നാടകം എഴുതി അവതരിപ്പിക്കുകയുണ്ടായി. ഈ 1873 കിരൺ ബന്ദോപാധ്യായയുടെ ഭാരതമാത എന്ന് പറയുന്ന നാടകം അരങ്ങേറുന്നതോടെയാണ് ഈ പുതിയ സങ്കല്പം ഇന്ത്യ രാജ്യത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അത് കൂടുതൽ പ്രചാരം നേടുന്നത് 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിലൂടെയാണ്. 1760-നും 1770-നും ഇടയിൽ ബംഗാളിൽ പിടിച്ചുകുലുക്കിയ സന്യാസി കലാപങ്ങൾ നടന്നിരുന്നു. ബംഗാളിലെ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന രൂപത്തിലേക്കുള്ള ഗ്രേറ്റ് ഫാമിൻ എന്നൊക്കെ പറയാവുന്ന പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട സംഭവവികാസങ്ങളൊക്കെ അരങ്ങേറിയത് ബ്രിട്ടീഷ് കൊള്ളയെ തുടർന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ബംഗാളിൽ ഭരിച്ചിരുന്ന നവാബിനെതിരായിട്ട് സന്യാസിമാരുടെ കലാപങ്ങൾ, ഹിന്ദു സന്യാസിമാരുടെയും മുസ്ലിം സന്യാസിമാരുടെയും ഒക്കെ കലാപമാണ്. ഈ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിക്കുന്നത്. അതിലൂടെയാണ് ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നത്. കഴ്സൺ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയിയായി വരികയും ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്നതിന് വേണ്ടി ബംഗാളിനെ രണ്ടാക്കി മുറിച്ചു. ബംഗാളിനെ രണ്ടാക്കി മുറിച്ചതിനെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. 5 മുതൽ 11 വരെ നീണ്ടുനിന്ന അതിശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബംഗാൾ വിഭജനം റദ്ദാക്കേണ്ടി വന്നു. ഈ ബംഗാൾ വിഭജനം കൂടി നടന്ന ഒരു പശ്ചാത്തലത്തിലാണ് അഭിനേന്ദ്രനാഥ ടാഗോർ ഭാരതാംബ ഇന്ന് ഒരു ചിത്രം വരയ്ക്കുന്നു. അന്ന് അതിൻ്റെ പേര് ഭാരതാംബ എന്ന് പോലുമായിരുന്നില്ല, ബംഗ്ല മാത, ബംഗാളിന്റെ മാത എന്നാണ് അഭിനേന്ദ്രനാഥ ടാഗോർ അതിന് കൊടുത്ത പേര്. 4 കൈകൾ ഉണ്ടായിരുന്നു, കാവ്യവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ രൂപമായിരുന്നു. ആ സ്ത്രീ രൂപത്തിന്റെ കയ്യിൽ ഒന്നിൽ ജപമാല, ഒന്നിൽ പുസ്തകം, ഒന്നിൽ വെള്ളത്തുണി, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കയ്യിലും ഓരോ ചിത്രങ്ങൾ കൊടുത്ത ഒരു സന്യാസിനിയുടെ രൂപത്തിലുള്ള ഒരു ചിത്രമായിരുന്നു ആ ഭാരതാംബ. ഭാരതാംബ എന്ന് പറയുന്ന പേരതിന് കൊടുക്കുന്നത് സിസ്റ്റർ നിവേദിതയാണ്. ബംഗ്ലാമാത എന്നായിരുന്നു അഭിനേന്ദ്രനാഥ ടാഗോർ അതിന് വിശേഷിപ്പിച്ചത്. ചിത്രകലയിൽ അന്ന് ആധിപത്യമുണ്ടായിരുന്ന പാശ്ചാത്യ സംസ്കാരത്തിനും ചിത്രകലയ്ക്കും സാംസ്കാരിക പരിപാടികൾക്കെതിരായിട്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഓരോ മേഖലയിലും ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിരുന്നു. അത്തരമൊരു ചിത്രകലയിൽ അത്തരമൊരു ചെറുത്തുനിൽപ്പിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകളിൽ പ്രമുഖനായിരുന്നു അഭിനേന്ദ്രനാഥ ടാഗോർ. അപ്പൊ അത്തരം ഒരു ചിത്രം വരച്ചു. ആ ചിത്രം പിന്നെ പതുക്കെ പല ആളുകൾ അത് ഉപയോഗിക്കാൻ തുടങ്ങുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഈ ചിത്രത്തിനെതിരെ തന്നെ വലിയ എതിർപ്പുകൾ ആ കാലത്ത് തന്നെ വന്നു.
1921 മഹർഷി അരവിന്ദോ ഈ ചിത്രം ബ്രിട്ടീഷ് രാജ്ഞിയുടെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സഹകാരിയെ പോലെ ഇരിക്കുന്നു, ഇന്ത്യയുടെ മാതാവായിട്ടല്ല കാണുന്നത് എന്ന വിമർശനമായിരുന്നു മഹർഷി അരവിന്ദോ പറഞ്ഞത്. ആ കാലത്ത് തന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ വരുന്നതോടൊപ്പം തന്നെ പതുക്കെ പതുക്കെ ഇൻകുലാബ് സിന്ദാബാദ്, ജയ് ഹിന്ദ്, അതേപോലെ തന്നെ ഭാരതമാതാ കി ജയ് തുടങ്ങിയുള്ള മുദ്രാവാക്യങ്ങളും ഉയരാൻ തുടങ്ങിയിരുന്നു രാജ്യത്ത്. വന്ദേമാതരവും തുടങ്ങിയിരുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഈ നോവലിലായിരുന്നു വന്ദേമാതരം എന്ന് പറയുന്ന ഈ ഗാനം പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഗാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് പറയുന്ന ചർച്ചകളന്ന് നടന്നിരുന്നു. ആ ചർച്ചകൾ നടക്കുന്ന സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് അഭിപ്രായം തേടുന്നത് ടാഗോറിനോടാണ്. ടാഗോർ പറഞ്ഞു, ഇത് എൻ്റെ അവസാനം എന്ന് പറയുന്നത് ദുർഗയെ പ്രകീർത്തിക്കുന്ന ഒരു ഭാഗമാണ്. അത് ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തം നമുക്ക് ഐക്യപ്പെടുത്തുന്നതിന് വലിയ എതിർപ്പുണ്ടാകും. അതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ആദ്യ പോർഷൻ മാത്രമാണ് വന്ദേ മാതരം എന്ന പേരിൽ നമ്മളിപ്പോൾ പാടുന്ന ഒരു പാട്ടിൽ കിടക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഹിന്ദു മുസ്ലിം വൈര്യം പ്രധാന പ്രമേയമാക്കി കൊണ്ടുവന്നതിൻ്റെ ഫലം അദ്ദേഹത്തിന് കിട്ടി. ബങ്കിം ചന്ദ്ര ചാറ്റർജി പറഞ്ഞത് ബ്രിട്ടീഷ് ഭരണം ആണ് നമ്മുടെ വിമോചനത്തിനുള്ള ഒറ്റമൂലി എന്നാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും ഇതിൽ അങ്ങനെ തന്നെ വിവരിക്കുന്നുണ്ട്. ഇവര് ഭരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സനാതന ധർമ്മം നമ്മുടെ രാജ്യത്ത് പുലർത്താൻ പറ്റൂ. ഒരു കഥാപാത്രം അതിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ സനാതന ധർമ്മം രാജ്യത്ത് സ്ഥാപിക്കണമെങ്കിൽ ബ്രിട്ടീഷ് ഭരണം നിലനിന്നാലേ പറ്റൂ. അത്ര കണ്ട് ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു ബങ്കിം ചന്ദ്ര. അതിന്റെ ഭാഗമായ 1858 അദ്ദേഹത്തെ അഡീഷണൽ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ നിയമിച്ചു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത്തരം ഉന്നത പദവികൾ ഒരു ഇന്ത്യക്കാരനെ നിയമിച്ചിട്ടില്ല. അങ്ങനെ നിയമിച്ച ആദ്യത്തെ ആളാണ് ബങ്കിം ചന്ദ്ര. പിന്നെ റായ് ബഹദൂർ, CII പോലെയുള്ള ഉയർന്ന സ്ഥാനമാനങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഈ ബ്രിട്ടീഷ് ദാസ്യവയിലേക്ക് പ്രതിഫലമായി ബ്രിട്ടീഷ് സർക്കാർ കൊടുക്കുകയുണ്ടായിരുന്നു. ജില്ലാ ജഡ്ജിയായിട്ടാണ് അദ്ദേഹം പിന്നീട് റിട്ടയർ ചെയ്യുന്നത്. ഭാരതാംബ വിവാദം ഇങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിനുള്ളിൽ പോലും വരുന്നൊരു സമയത്ത് നെഹ്റു, നേതാജി, ടാഗോർ ഇവര് എന്തായിരിക്കണം ഭാരതമാതാ സങ്കല്പം എന്നതിനെക്കുറിച്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയുടെ ഭൂപ്രകൃതിയും ആണ് എന്ന് പറയുന്ന രൂപത്തിൽ കൃത്യമായ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. 1951 നെഹ്റുവിൻ്റെ ലുധിയാന പ്രസംഗത്തിൽ ഭാരതാംബയ്ക്ക് ജയ് വിളിച്ചുകൊണ്ട് വരുന്ന ജനങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരാണ് ഭാരതാംബ? നിങ്ങൾ ആരെയാണ് ഭാരതാംബ എന്ന് പറയുന്നത്? അത് ഇന്ത്യയിലെ ജനങ്ങളാണ്, ഇന്ത്യയിലെ വിദ്യാർത്ഥികളാണ്, ഇന്ത്യയിലെ സാധാരണക്കാരാണ്, ഇന്ത്യയിലെ കച്ചവടക്കാരാണ്, ഇന്ത്യയിലെ വയലുകളിൽ പണിയെടുക്കുന്ന കർഷകരാണ്, തൊഴിലാളികളാണ്, സർവോപരി സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരുമാണ്. മാത്രമല്ല ഇന്ത്യയിലെ മലകളാണ്, ഇന്ത്യയിലെ പുഴകളാണ്, ഇന്ത്യയിലെ തടാകമാണ്, ഇന്ത്യയുടെ മലമ്പ്രദേശമാണ് എന്ന രൂപത്തിലാണ് ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപടം, ഇന്ത്യയുടെ ജനങ്ങൾ, ഇന്ത്യയുടെ പ്രകൃതി, ഇന്ത്യയിലെ പണിയെടുക്കുന്ന മനുഷ്യർ, ഇവരാണ് ഭാരതാംബ എന്ന സങ്കല്പമാണ് നെഹ്റു 1951 തൻ്റെ ലുധിയാന പ്രസംഗത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൽ കുറേം കൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നെഹ്റു അത് പറയുന്നു. സുഭാഷ് ചന്ദ്രബോസ് INA വേണ്ടി പണം പിരിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം പണക്കാരൻ 1 കോടി രൂപ INA ഫണ്ടിന് നേതാജിക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ തൊട്ടടുത്തിരുന്ന നിർധനയായ ഒരു മുസ്ലിം സ്ത്രീ തനിക്ക് ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ ഇല്ലല്ലോ എന്ന് വിലപിക്കുന്നുണ്ട്. ആ വിലപിക്കുന്ന സമയത്ത് ആ അമ്മയോട് നേതാജി പറയുന്നത്, അമ്മയുടെ ഏക മകൻ ഷാനവാസ് ഖാനെ ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി INA തന്നില്ലേ? അത് തന്നെയല്ലേ ഏറ്റവും വലിയ സംഭാവന. ഈ ഷാനവാസ് ഖാൻ, ദില്ലൻ, സൈഗാൾ എന്ന് പറയുന്ന 3 പേരെ
1946 ബ്രിട്ടനെതിരായി സമരം ചെയ്തതിൻ്റെ പേരിൽ INA തടവുകാരായി പിടിക്കുകയും ചെങ്കോട്ടയിൽ അടയ്ക്കുകയും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ദേശീയപ്രസ്ഥാനത്തെ മുഴുവൻ തന്നെ ജ്വലിപ്പിക്കുന്ന ഒരു മുദ്രാവാക്യം വന്നിരുന്നു. ലാൽ കില സേ ആയേ ആവാസ് സൈഗാൾ ദില്ലൻ ഷാനവാസ് ഖാൻ. ചെങ്കോട്ടയിൽ നിന്ന് ഉയരുന്ന ശബ്ദം സൈഗാൾ ദില്ലൻ ഷാനവാസ് ഖാൻ എന്ന മുദ്രാവാക്യമായിരുന്നു. ഇന്ത്യ മുഴുവൻ തന്നെ അലയടിച്ചുയർന്ന ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അവരെ തൂക്കിക്കൊലയിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടി വന്നു ബ്രിട്ടീഷ് സർക്കാരിന്. ഇത്തരത്തിലുള്ള ഷാനവാസ് ഖാൻമാരുടെ മാതാക്കളെ അല്ലെങ്കിൽ അമ്മമാരെയാണ് നേതാജി ഭാരതാംബയായി സങ്കല്പിച്ചത്. ടാഗോർ കുറേയും കൂടിയും വലിയ തോതിലുള്ള ഒരു വിശദീകരണം ഭാരതാംബയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ ഇരുന്ന് വീണമീട്ടുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലൊന്നല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ആസേത് ഹിമാചലമുള്ള ജനങ്ങളുടെ, ആസേത് ഹിമാചലം എന്ന് പറയുന്നൊരു വാക്ക് ടാഗോർ ഉപയോഗിച്ചിട്ടില്ല. നെഹ്റു പറഞ്ഞതുപോലെ തത്തുല്യമായ ഒരു വ്യാഖ്യാനമാണ്. ഇന്ത്യയിലെ ജനങ്ങളാണ്, ഇന്ത്യയിലെ പ്രകൃതിയാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ടാഗോറും ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചിരുന്നു. ഈ അഭിനേന്ദ്രനാഥ ടാഗോർ ഇത്തരം ചിത്രമൊക്കെ വരച്ചതിന് ശേഷം ഒരുപാട് പേര് പലതരത്തിലുള്ള ഭാരതാംബ സങ്കല്പങ്ങളൊക്കെ വന്നിരുന്നു. അഭിനേന്ദ്രനാഥ ടാഗോർ ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുൻപ് ഹിന്ദു ദേവി എന്ന് പറയുന്ന ഒരു ചിത്രം വരച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനവും കലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അതിലാകെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ ഒരു ചിത്രം മാത്രമാണ്. ഒരുപാട് ആളുകൾ വന്നു. നമ്മുടെ രാജാ രവിവർമ്മ തന്നെ പല ചിത്രം വരച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന ദേവസങ്കല്പത്തിലുള്ള മുഴുവൻ ചിത്രങ്ങളും രവിവർമ്മ വരച്ചതാണ്. കൃഷ്ണന്റെ ആണെങ്കിലും രാമന്റെ ആണെങ്കിലും ശിവന്റെ ആണെങ്കിലും സരസ്വതിയുടെ ആണെങ്കിലും ഏതൊക്കെ ചിത്രങ്ങളുണ്ടോ അദ്ദേഹം ഉത്തരേന്ത്യയിൽ പോവുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഉത്തരേന്ത്യൻ വേഷം ധരിച്ച സ്ത്രീ രൂപങ്ങളാണ് ദേവീ സങ്കല്പങ്ങളായ നമ്മൾക്ക് ഇന്ന് ശിവകാശിയിൽ അടിച്ചു കിട്ടുന്ന മുഴുവൻ ചിത്രങ്ങളും രാജാ രവിവർമ്മ അയച്ച ചിത്രങ്ങളാണ്. ഈ പല ആളുകളും വരച്ച ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെയൊക്കെ താഴെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ചിത്രത്തിന് താഴെയുള്ള സിംഹത്തിന്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ദുർഗാ സങ്കല്പത്തിന് അപ്പുറത്ത് ബ്രിട്ടീഷ് രാജ്ഞി അവരുടെ ചിത്രത്തിന് താഴെ കിടക്കുന്ന ഈ ചിത്രങ്ങളാണ് പല ആളുകളും അവരുടെ ആ ഒരു ദാസ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചിത്രം വന്നത്. അതിന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീകളുടെ ചിത്രം ഭാരതാംബ എന്നൊക്കെ പറയുന്ന പല ചിത്രകാരിമാരും ഇതിനെയൊക്കെ തന്നെ അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ അല്ലെങ്കിൽ ചിത്രകലാ സങ്കല്പത്തെ തന്നെ പൊളിച്ചെഴുതുന്ന രൂപത്തിലേക്ക് പല ആളുകളും കുട്ടികളെയൊക്കെ, രണ്ട് നിർധനരായ കുട്ടികളെ ഒരു അമ്മ ചേർത്ത് പിടിച്ച് ഇന്ത്യയുടെ മൊത്തം ദൈന്യത വരുന്ന രൂപത്തിലുള്ള ഭാരതമാതാ സങ്കല്പമൊക്കെ തന്നെ പല ചിത്രകാരിയാണ് അവർ വരച്ചിട്ടുണ്ട്. രഥം തെളിച്ചു പോകുന്ന ഭാരതാംബയുടെ ചിത്രങ്ങൾ ചില ആളുകൾ വരച്ചിട്ടുണ്ട്. അത് ദേശീയ പ്രസ്ഥാനം സജീവമാകുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് വരുന്ന പശ്ചാത്തലത്തിൽ പുതിയ ഭാരതാംബ സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് ചില ചിത്രകാരന്മാരൊക്കെ വരച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് RSS ഉപയോഗിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് അവര് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. ബ്രിട്ടന് ദാസ്യവേല ചെയ്യുന്ന പരിപാടിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭൂപടമാണ്. ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ രാജ്ഭവനിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭൂപടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭൂപടമല്ല, ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ച ഭൂപടമല്ല. നിയമപരമായി നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് 1950-ലെയും 1970-ലെയും നിയമങ്ങൾ അനുസരിച്ച് തന്നെ കുറ്റകരമായ കാര്യമാണ്. എംബ്ലംസ് ആക്ട് ഉണ്ട്. ദേശീയ ചിഹ്നങ്ങൾ അപകീർത്തിപ്പെടുത്തി കഴിഞ്ഞാൽ കുറ്റകരമായ അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാവുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ത്യൻ ഭൂപടത്തിൽ ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ശ്രീലങ്കയൊക്കെ അടങ്ങുന്ന ഒരു RSSന്റെ സങ്കല്പത്തിലുള്ള അഖണ്ഡ ഭാരതമാണ്. പക്ഷെ ഈ അഖണ്ഡ ഭാരത സങ്കല്പം എന്ന് പറയുന്നത് ഗുരുജി ഗോൾവർക്കറും സവർക്കറും ഒക്കെ തന്നെ അവരുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്ന പുണ്യഭൂമി എന്ന് പറയുന്നത് സിന്ധു മുതൽ സിന്ധു വരെയാണ്. സിന്ധു മുതൽ സിന്ധു വരെ, സിന്ധു നദി മുതൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഒരു പ്രദേശത്തെയാണ് അവരുടെ ഭാരത സങ്കല്പത്തിൽ. സൗത്ത് ഇന്ത്യ എന്നും ആ സങ്കല്പത്തിലേ ഇല്ല. അപ്പൊ അവരുടെ ആര്യവർത്തം എന്ന് പറയുന്നത് ഈ സിന്ധു മുതൽ സിന്ധു വരെയുള്ള ഒരു സങ്കല്പത്തിൽ ഉള്ള ഒന്നായിരുന്നു. പിന്നീടാണ് അത് മാറുന്നത്, അല്ലെങ്കിൽ അത് മാറ്റുന്നതായി വരുന്നത്. അപ്പോഴും അവരുടെ സങ്കല്പത്തിലുള്ള ഇന്ത്യയുടെ ഭൂപടം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും
പാകിസ്ഥാനും ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. ആ ഭൂപടത്തിന്റെ മുന്നിലാണ് സിംഹത്തിന്റെ പുറത്തേറിയിരിക്കുന്ന കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ഒരു ബിംബം. ഇത് ദേശീയ പ്രസ്ഥാനവുമായി അതിന് യാതൊരു ബന്ധമില്ല. ദേശീയ പ്രസ്ഥാനത്തിൽ ജനങ്ങളെ ജ്വലിപ്പിച്ചുയർത്തിയ ഒരു പ്രതീകമേ അല്ല. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു മതബിംബം മാത്രമാണ് ഈ RSSകാരൻ അവരുടെ ശാഖകളിൽ, അവരുടെ പരിപാടികളിൽ സ്ഥാപിക്കുന്ന അവരുടെ സങ്കല്പത്തിലുള്ള ഭാരതാംബ. ആ ഭാരതാംബയ്ക്ക് ദേശീയ പ്രസ്ഥാനമായോ ഇന്ത്യയുടെ ചരിത്രമായോ അതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. മാത്രമല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്ന് പറയുന്ന ഈ ഭിന്നിപ്പിക്കലിന്റെ വൈറസ് വിതയ്ക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ വിവാദമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഭാരതാംബയ്ക്ക് എതിരാണോ എന്നാണ് ചോദിക്കുന്നത്. ദേശീയ പ്രസ്ഥാനം ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നവരാണ്. ഇത് ഭാരതാംബ എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ചിഹ്നമേ അല്ല എന്ന് പറയുന്നവരുടെ നേരെ കണ്ടില്ലേ, കമ്മ്യൂണിസ്റ്റുകാരും അതൊക്കെ തന്നെ ഭാരതാംബ സങ്കല്പത്തിന് അവരെതിരാണ്. ഇവരുടെ സങ്കല്പം മാതൃസങ്കല്പമല്ല, പിതൃസങ്കല്പമാണ്. പിതൃഭൂമി എന്ന് പറയുന്നൊരു സങ്കല്പമാണ്. വിചാരധാരയിലും ഒക്കെ തന്നെ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പിതൃസങ്കല്പമാണ്. 1936 ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ പ്രസ്ഥാനമൊക്കെ ശക്തിപ്പെടുന്ന സമയത്ത് ബനാറസിൽ ഭാരതമാതാക്ക് ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്. ശിവപ്രസാദ് ഗുപ്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഒരു ക്ഷേത്രം, ഭാരതാംബയ്ക്ക് ഒരു ക്ഷേത്രം പണിയുന്നത് 36. മഹാത്മജിയാണത് ഉദ്ഘാടനം നടന്നത്. അതിൽ ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിമകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറൊരാള് ഹരിദ്വാറിലാണ് ആ ക്ഷേത്രം പണിത്. 6 മാസം കഴിഞ്ഞപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഏകാത്മയാത്ര അവിടെ നിന്ന് ആരംഭിച്ചു. ബാബറി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് എത്തിച്ച നടപടികളുടെ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു ഈ ഭാരതാംബ ക്ഷേത്രത്തിൽ നിന്നുള്ള VHPയുടെ ഏകാത്മയാത്രയുടെ തുടക്കം വരുന്നത്. അങ്ങനെ രാജ്യത്തെ വീണ്ടും മതപരമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നും അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മതബിംബ സങ്കല്പം മാത്രമാണ് ഗവർണർ വസതിയിൽ വെച്ചിരിക്കുന്നത്. നിലനിൽക്കുന്ന നിയമത്തിന് തന്നെ ക്രിമിനൽ നടപടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. ലോകത്ത് അവരെ പുതിയ തരത്തിൽ ഹിന്ദുവിനെയും ഹിന്ദുത്വത്തെയും ഒന്നായി ചാലിച്ച് ഇത് തമ്മിലുള്ള പൊളിറ്റിക്കൽ ഹിന്ദുത്വ ആണ് RSS പ്രതിദാനം ചെയ്യുന്നത്. സോകോൾഡ് ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ അതൊന്നും ഇല്ല. ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു, ശൈവ മതം ഉണ്ടായിരുന്നു, വൈഷ്ണവ മതം ഉണ്ടായിരുന്നു, ചാർവാക മതം ഉണ്ടായിരുന്നു. അങ്ങനെ പല മതസങ്കല്പങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. ഹിന്ദു എന്ന് പറയുന്നത് 1880-കളിൽ ആദ്യത്തെ ബ്രിട്ടീഷുകാർ നടത്തുന്ന ആദ്യത്തെ കന്യാകുമാരി കണക്ക്, ആ കണക്കെടുപ്പ് സമയത്താണ് ഈ ഹിന്ദുമതം ബാക്കി ക്രിസ്ത്യാനിയിലോ ബുദ്ധമതത്തിലോ ജൈനമതത്തിലോ മുസ്ലിം മതത്തിലോ പെടാത്ത ആളുകളൊക്കെ സ്വാഹ എന്ന് പറയുന്നൊരു പെട്ടിയിൽപ്പെടുത്തുന്ന അല്ലെങ്കിൽ പട്ടികയിൽപ്പെടുത്തുന്ന പരിപാടിയിലൂടെയാണ് ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. സങ്കല്പത്തിൽ ഹിന്ദുമതം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ഇത്തരത്തിലുള്ള ഇവിടെ ഉണ്ടായിരുന്ന മതങ്ങൾ വൈഷ്ണവ മതവും ശൈവ മതവും ബ്രാഹ്മണ മതവും ചാർവാക മതവും അതുപോലുള്ള മതസങ്കല്പങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടാണ് വന്നത്. അപ്പൊ ഈ ആദ്യകാലത്ത് തന്നെ ഈ ബലിഷ്ഠ ഹിന്ദു ദേശീയത എന്ന് പറയുന്ന ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് കിട്ടാവുന്ന തരത്തിലുള്ള ആയുധങ്ങൾ മുഴുവൻ ഉപയോഗിക്കുകയും ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളാണ് ഈ രാഷ്ട്രത്തിന്റെ സൃഷ്ടികർത്താക്കൾ, തങ്ങളാണ് ഇതിന്റെ ഭരണകർത്താക്കളാകേണ്ടത് എന്ന് പറയുന്ന മതരാഷ്ട്ര സങ്കല്പത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യഭവനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ പുതിയ ഭാരതാംബ സങ്കല്പം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആളുകളെ ജ്വലിപ്പിച്ച ഏതെങ്കിലും പ്രതീകമോ അല്ല. ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒന്ന് മാത്രം.